അനന്തകൃഷ്ണൻ, നിങ്ങൾ അവിടെ ഇരുന്നോളൂ കേട്ടോ, ഇവര് വന്നാ മതി. മോനെന്തേ പറ്റി? മോന് മുത്തശ്ശൻ വരാ പറഞ്ഞേ. ഞാൻ മുത്തശ്ശനെ എത്ര നേരം കാത്തിരുന്നു അറിയോ? മുത്തശ്ശൻ വരാൻ മോനെ. മുത്തശ്ശന്റെ കാലിലേ വേദന മാറിയിട്ടില്ല. എന്താ മുത്തശ്ശ? അനന്തു, മുത്തശ്ശ, ഞാൻ പിന്നെ വിളിക്കാട്ടോ, അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്നാ ശരി മോനെ, മോൻ ഫോൺ വെച്ചോ. ശരി മുത്തശ്ശ. നീ ആർക്കാ രാവിലെ തന്നെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നേ? ആ ഫോണിൽ തന്നെ ആരാന്ന് ചോദിക്കാണ്ടോ? രാവിലെ വല്ലതിരുന്ന് പഠിക്കാതെ. അവന്റെ ഒരു മുത്തശ്ശൻ ചക്കൻ പിന്നെ പിന്നെ വഷളായി വരിക. കഴിഞ്ഞ ഹിന്ദി പരീക്ഷയിലേ 35 മാർക്കാ 50-ല്. ആ രേഷ്മയുടെ മോൾക്കേ ഫുൾ മാർക്കാ. ആ ഹിന്ദി ഒന്നിരുന്ന് വായിച്ചിരുന്നെങ്കിൽ അടുത്ത പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കൂടെ? വെറുതെ ടീച്ചർമാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. ശരി, ഇറങ്ങട്ടെ. വാ, വന്ന് ബ്രഷ് ചെയ്യേ. നീ ആ വീട് നോക്കുന്ന കാര്യം എന്തായി? ഞാനതൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ വീട് മാറണമെന്നാ അച്ഛൻ ചോദിക്കണം. അച്ഛനാണെച്ചാ വീടായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആണ് ഇനി. പിന്നെ അച്ഛൻ്റെ കാലം ഇവിടെ തന്നെ ഇരിക്കാന്നാ വൈഫും പറയണം. അതിന് മാത്രമുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? ഞാനത് ആലോചിച്ചിട്ടാണ് അന്ന് തന്നെ തറവാട്ടിൽ നിന്ന് താമസം മാറ്റി ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അനിയത്തി നോക്കിക്കോളും. നമ്മൾ മാസാമാസം ഒരു 5-10 അയച്ചു കൊടുത്താൽ മാത്രം മതി, വേറൊന്നും അറിയണ്ട. പക്ഷേ ഇപ്പൊ അതല്ല പ്രശ്നേ. ഇപ്പൊ വേറൊരു ടെൻഷനാണ്. എന്ത് പ്രശ്നം? മോനെ കാണണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. അവനാണിച്ചാ അച്ഛനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റാ. അത് നല്ല കാര്യല്ലേ? നിനക്കത് പറയാം. ലോകം വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഈ പഴയ വൈബും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അമ്മേ നോക്ക്, ഞാൻ വരച്ചത് എങ്ങനെയുണ്ട്? ഇത് ചെയ്യാനാണോ നിന്നോട് ഞാൻ പറഞ്ഞത്? വല്ലതും പഠിക്കാനല്ലേ? ആ ഹിന്ദി പോയിരുന്നൊന്ന് വായിക്കേ. ഏത് നേരം നോക്കിയല്ലോ അവന്റെ ഒരു ചിത്രം വരാ. അങ്ങനെ കൂർക്കം വേഗം പാടത്തെത്തി. മൂപ്പരാളൊരു സൂത്രക്കാരനാണല്ലോ. മുത്തശ്ശ, ആ, എന്നിട്ടല്ലേ കഥ. പാവം ഒട്ടകം പതുക്കെ പതുക്കെ അച്ഛനെന്താ ഒരു വിവരം അറിയിക്കാതെ പെട്ടെന്ന്? ഞാൻ ആസ്പത്രിയിൽ വന്നപ്പോഴേ അനന്തുമോനെ ഒന്ന് കാണാൻ കയറിയതാ. അനന്തു, നിനക്ക് മുതിർന്നവരെ കണ്ടോന്ന് എഴുന്നേറ്റ് കിടന്നറിയില്ലേ? അമ്മയുടെ നിനക്ക് വായ തുറന്നൊന്നും പറയാറില്ല? അവിടെ ഉണ്ട്. അച്ഛരിക്കും, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. നീ ഇരിക്കും മോനെ, സാരല്ല. അച്ഛൻ ദേഷ്യപ്പെട്ട് പറഞ്ഞൊന്നല്ലല്ലോ. നീ ഇവിടെ മൊബൈൽ നോക്കിയിരിക്കല്ലേ? നീ പോയിട്ടൊരു ചായ എടുക്ക്. അതെ, ദയവ് ചെയ്തേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ ഇങ്ങനെ ചൂടാവില്ലടോ. അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ പോവില്ലേ? ഇല്ലാന്ന്, ഇവിടെ 2 ദിവസം നിക്കണം നാട്ടാണ് ഇരിപ്പ്. 2 ദിവസമല്ലേന്ന്, അത് കഴിഞ്ഞാൽ അച്ഛനങ്ങോട്ട് പോവില്ലേ? ഇവിടെയെങ്കിലും ഒന്ന് സമാധാനം കഴിയാന്ന് വിചാരിച്ചതാ. അപ്പോഴേക്ക് കയറി വരും ഓരോന്ന്. നീ വാ, നമുക്ക് ശരിയാക്കാന്ന്. സമയം 5 കഴിഞ്ഞു. ചെന്നാ ഇറങ്ങാൻ നോക്കിക്കോളൂ. ഞാനാ ബാബുവിന്റെ ഓട്ടോ വിളിക്കാം. അച്ഛാ, മുത്തശ്ശൊന്നും പോണില്ല. അതെ മോനെ, എന്തപ്പോ അവിടെ പോയിട്ട്. ഞാനൊരു 2 ദിവസം ഇവിടെ നിൽക്കാന്ന് വെച്ചാ വന്നത്. അത് പിന്നെ അച്ഛാ, എന്തുവിന് എക്സാം ആണ്, കുറെ പഠിക്കാനുണ്ട്. അച്ഛൻ കൂടെ ഇവിടെ നിന്നാ. പരീക്ഷ ടെസ്റ്റ് വന്നല്ലേ? അനന്തു, നിന്നോട് പറഞ്ഞിട്ടില്ലേ മുതിർന്നവർ സംസാരിക്കുമ്പോ ഇടയിൽ കയറി സംസാരിക്കരുതെന്ന്? അല്ലെങ്കിലേ അവന് കഴിഞ്ഞ പരീക്ഷയിൽ മാർക്ക് കുറവാ. 6+ ഹിന്ദിയിൽ മാത്രമേ കുറച്ച് കുറവുള്ളൂ. അനന്തു, അതാ ഞാൻ പറഞ്ഞത്, ഹിന്ദി വീക്കടാ. ഇങ്ങനെ പോയാൽ നിന്നെ വല്ല ട്യൂഷനും വിടേണ്ടി വരും. ശരി മോനെ, അച്ഛൻ ഇറങ്ങട്ടെ. അനന്തുമോന്റെ പരീക്ഷ എഴുതട്ടെ, എന്നിട്ട് വരാം.
മുത്തശ്ശ പോവല്ലേ? ശരി, മുത്തശ്ശൻ പോയിട്ട് വരാം. മുത്തശ്ശൻ പോയിക്കോട്ടെ മോനെ, നീ വരാലോ. മുത്തശ്ശൻ വരാൻ മോനെ, ഓൻ നന്നായി പഠിക്കും. എന്താ മുത്തശ്ശ? അച്ഛാ, ഞാൻ എന്നാ ബാബുവിന്റെ ഓട്ടോ വിളിക്കാം. അതൊന്നും വേണ്ട മോനെ, ഇവിടുന്ന് കടന്നാ ബസ് കിട്ടുമല്ലോ. മുത്തശ്ശ, മുത്തശ്ശൻ വീട്ടിലെത്തി വിളിക്കണട്ടോ. ഓ, വിളിക്കാലോ. ഒരു മുത്തശ്ശനും പേരക്കുട്ടി. മാഡം, അനന്ത് ഹിന്ദിയിലാണ് വീക്ക്. നെക്സ്റ്റ് എക്സാം ആകുമ്പോഴേക്കും ശരിയാക്കാം. സോറി, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് അനന്തുവിൻ്റെ അക്കാഡമിക് കാര്യം പറയാൻ വേണ്ടിയിട്ടേ അല്ല. അനന്തു ക്ലാസ്സിൽ ഇപ്പോൾ വളരെയധികം ഗ്ലൂമി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും ആക്റ്റീവ് അല്ല അവനിപ്പോൾ. വീട്ടിൽ അവൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലല്ലോ. അനന്തുവിന് നമ്മളിവിടെ ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീട്ടിലെങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെയല്ലേ സംസാരിക്കാറ് അവനോട്? അവന് കുറെ പഠിക്കാനുണ്ടല്ലോ, പിന്നെ എവിടുന്നാ സമയം കിട്ടണേ? അതെ, നമ്മളൊന്ന് ലൂസായി കഴിഞ്ഞാ പിന്നെ ഇവരെ പിടിച്ചാ കിട്ടില്ലേ. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവൻ ഇവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അനന്തു എന്ത് സ്മാർട്ടായിട്ടുള്ള കുട്ടിയായിരുന്നു. അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും, പാട്ടുപാടും. അവൻ എന്തുമാത്രം സ്കില്ലുള്ള കുട്ടിയാണ് അവൻ. ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അവന് ഇപ്പോൾ നല്ലൊരു പാരന്റിങ് അല്ല വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെ ഇതാണ്. മാഡം എന്താണ് ഈ പറഞ്ഞു വരണത്? ഈ പഠിപ്പിന്റെ കാര്യമല്ലാതെ വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലേ സത്യം? മാഡം, പിന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങൾ വിളിപ്പിക്കില്ലേ? അത് ഈ പഠനത്തിൽ വീക്കായ കുട്ടികളുടെ രക്ഷിതാക്കളല്ലേ ഞങ്ങൾ ഇവിടെ വിളിപ്പിക്കാറ്. അനന്തുവിന്റെ കേസ് അതല്ലല്ലോ. പിന്നെ എന്ത് കേസാണ് മാഡം ഈ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്? മിസ്റ്റർ സജീഷ്, നിങ്ങൾ അവനോട് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്ത് സംസാരിക്കണം. കുട്ടികളുടെ ക്രിയേറ്റീവായ കാര്യങ്ങൾ കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇതേപോലെ തന്നെയാണ് അവനോട് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നല്ല പ്രയാസമാവും. അനന്തു ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാഡം, ഇല്ലാത്തത് പറയില്ലേ? അതെ, അവനവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ബട്ട് കെയറിങ്. കെയറിങ്? അവന് അച്ഛനമ്മമാരുടെ നിന്ന് കിട്ടേണ്ട കെയറിങ് ഒന്നും കിട്ടുന്നില്ല. മാഡം എന്താണ് ഈ പറഞ്ഞു വരുന്നത്? കൊഞ്ചിക്കാൻ അവൻ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. അനന്തുവിന് ഇപ്പൊ എത്ര വയസ്സായി? 11 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതായത് നിങ്ങൾ കരുതുന്ന പോലെ അവൻ അത്ര മുതിർന്ന ആളൊന്നും ആയിട്ടില്ല. ചെറിയ കുട്ടിയനല്ലേ, എപ്പോഴും അഡോളസന്റ് സ്റ്റേജ് അല്ലേ. മാഡം, എന്താണിത്? ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ ഇവിടം വരെ വന്നത്. നിങ്ങൾ രണ്ടുപേരെയും പറഞ്ഞു ബോധ്യപ്പെടുത്താന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ നീ എന്തൊക്കെ കേൾപ്പിക്കും? അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ മറുപടി കൊടുക്കാൻ നിൽക്കണോ? അതും വീട്ടിലെ പ്രൈവസി കാര്യങ്ങൾ. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ 2 കിലോമീറ്റർ നടന്നിട്ടാ സ്കൂളിലേക്ക് പോയിരുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതാ പ്രശ്നം. ഇവരെയൊന്നും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തോണ്ടാ. അവന്റെ ശരിക്കും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഒരുപാട് വൈകിപ്പോയി. എന്താ മോനെ? എന്താ തൊക്കെ? എന്താതൊക്കെ? കണ്ടോ? എന്താ തൊക്കെ വിളിച്ചറിഞ്ഞിരിക്കുന്നത്? എനിക്ക് നിങ്ങളെ കാണണ്ട. അവൻ വയലന്റായി പെരുമാറുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 8 മാസമായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട്. അവനിപ്പോഴും ആ പഴയ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ശരി. അച്ഛാ, നമുക്ക് മുത്തശ്ശന്റെ വീട്ടിൽ പോയാലോ? മോൻ ഇറങ്ങണില്ലേ? ഇതാ വീടെത്തി. മുത്തശ്ശ, ആ, അനന്തുമാനെ വാ. ആ, മുത്തശ്ശ, കരയല്ലേ അനന്തുമാനെ? മുത്തശ്ശ.